പതിവ് പോലെ നമ്മൾ അറ്റ്ലാന്റ എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് നമ്മൾ ഒന്നിച്ച് പറന്നിറങ്ങാൻ പോകുന്നത് വേഗസ് എയർപോർട്ടിലേക്കാണ്. നമുക്ക് ഒരുമിച്ച് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ കാസ് വിത്ത് രശ്മി രമേശ്. വലിയ വലിയ ഹോട്ടൽസും കാസിനോസൊക്കെ ഉള്ള ലാസ് വേഗാസ് സ്ട്രിപ്പിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. 2021 കൊറോണയ്ക്ക് ശേഷം വേഗസ് സ്ട്രിപ്പ് റീഓപ്പൺ ചെയ്തപ്പോഴാണ് ആ വർഷം മെയ് മാസത്തിൽ ഞങ്ങൾ ഈ നഗരത്തിലേക്ക് പറന്നിറങ്ങിയത്. 5 ദിവസത്തെ ട്രിപ്പായിരുന്നു. ഈ ഒരു യാത്രയിൽ വേഗസിലെ കാഴ്ചകൾ മാത്രമല്ല കാണാനുള്ളത്. ഈ ഒരു അൾട്രാ മോഡേൺ സിറ്റിയുടെ നൈറ്റ് ലൈഫ് കാഴ്ചകൾക്കപ്പുറം തൊട്ടടുത്ത സ്റ്റേറ്റ് ആയിട്ടുള്ള അരിസോണയിലെ ലോക പ്രശസ്തമായിട്ടുള്ള കോൺക്രീറ്റ് ആർച്ച് ഗ്രാവിറ്റി ഡാമായ ഹുവർ ഡാം. അരിസോണയിൽ തന്നെയുള്ള മറ്റൊരു കാഴ്ചയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാനിയോണായ ഗ്രാൻഡ് കാനിയോൺ. ഈ 5 ദിവസത്തെ യാത്രയിൽ ഭൂരിഭാഗം ഞങ്ങൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്താണ് പല പല അത്ഭുതങ്ങൾ കണ്ടത്. ഗ്രാൻഡ് കാനിയോൺ കണ്ടതിന് ശേഷം അവിടെ നിന്നും ഏതാണ്ട് 100 മൈലോളം മരുഭൂമിയിലൂടെ വണ്ടി ഓടിച്ച് പർവ്വതങ്ങളുടെയൊക്കെ ഭംഗി ആസ്വദിച്ച് നമ്മൾ കണ്ടത് ഹോർഷൂ ബെൻഡാണ്. അരിസോണയിൽ തന്നെ ഉള്ള മറ്റൊരു അത്ഭുതമാണ് ഹോർഷൂ ബെൻഡ്. യൂട്ട സ്റ്റേറ്റിലെ ആർച്ചസ് നാഷണൽ പാർക്ക്, പീക്കബു കാനിയോൺ, ഇതൊക്കെയാണ് ഈ ഒരു യാത്രയിലെ മറ്റ് അത്ഭുതപ്പെടുത്തുന്ന മരുഭൂമിയിലെ കാഴ്ചകൾ. ലോകത്തിലെ ഏറ്റവും വലിയ കനാബിസ് ഡിസ്പെൻസറി ഉള്ളത് ലാസ് വേഗാസ് സ്ട്രിപ്പിലാണ്. ശേഷം വേഗസ് സിറ്റിയുടെ മുകളിലൂടെയാണ് ഇപ്പോൾ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ലാൻഡ് ചെയ്യാൻ സമയമായി. ഏതാണ്ട് ഒരു 10-30 അടി ഉയരത്തിലിരുന്നുകൊണ്ട് തന്നെ ലാസ് വേഗാസ് സിറ്റിയുടെ ആ ജ്വലിക്കുന്ന ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. വേഗസിലെ പസഫിക് ടൈം സോണാണ്. അറ്റ്ലാന്റയിൽ നിന്നും 3 മണിക്കൂർ ബാക്കോട്ടാണ് വേഗസിലെ സമയം. രാത്രി 11 മണിക്കാണ് വേഗസ് എയർപോർട്ടിൽ ഞങ്ങൾ എത്തിയത്. അതായത് 3 മണിക്കൂർ നമുക്ക് ലാഭമാണ്. എയർപോർട്ട് മുതൽ തന്നെ നമുക്കിവിടെ ഒരുപാട് വീഡിയോ സ്ലോട്ട് മെഷീൻസ് കാണാൻ പറ്റും. ഗാംബ്ലിംഗ് ലീഗലാക്കിയിട്ടുള്ള നഗരമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലക്ഷറി കാസിനോസിൽ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ കളികളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന പൂരം. വാട്ട് ഹാപ്പൻസ് ഹിയർ ഓൺലി ഹാപ്പൻസ് ഹിയർ എന്നൊരു ബോർഡ് നമുക്കിവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ വേഗസിനെ സിൻ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ലാസ് വേഗാസിൽ രാത്രി 12 മണി കഴിഞ്ഞ് നമുക്കിപ്പോഴാണ് കാറ് കിട്ടിയത്. ഈ കാറിൽ കയറിയിട്ടാണ് നമ്മൾ ഈ ലാസ് വേഗാസ്, അരിസോണ, യൂട്ട എല്ലാ സ്റ്റേറ്റ്സും കറങ്ങാൻ പോണത്. 5 ദിവസത്തെ ട്രിപ്പ് നമ്മൾ ഈ കാറിലായിരിക്കും അടിച്ച് പൊളിച്ച് നമ്മൾ ഈ ലാസ് വേഗാസ് കംപ്ലീറ്റ് കാണും. ഇവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ്സാണ് റെൻ്റ് കാർ. നമ്മൾ ഇന്ന് റെൻറ്റിനെടുത്തിരിക്കുന്ന കാറ് വോക്സ് വേഗനാണ്. ഒരുപാട് കമ്പനീസ് ഉണ്ട് ഇതുപോലെ കാറ് റെൻറ്റിന് കൊടുക്കുന്നത്. ഹോളിവുഡ് സിനിമയുടെ ബിഗ് സ്ക്രീനിൽ മാത്രം കണ്ടുവന്ന ലാസ് വേഗാസ് നഗരമാണ് ഞങ്ങളുടെ കൺമുമ്പിൽ ഇപ്പോൾ ഉള്ളത്. ആ നഗരത്തിലൂടെയാണ് നമ്മൾ ആ രാത്രി വണ്ടി ഓടിച്ചു പോയത്. ശരിക്കും അവിശ്വസനീയമായിട്ടുള്ള കാഴ്ച തന്നെയായിരുന്നു. ജീവിതത്തിലെ ഈ ഒരു നഗരത്തിൽ എത്തിപ്പെടാൻ പറ്റുമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല.
അതുകൊണ്ട് തന്നെ സ്വപ്നതുല്യമായിട്ടുള്ള ഒരു ഡ്രൈവായിരുന്നു ആ രാത്രിയിൽ ഞങ്ങൾക്ക് അവിടെ അനുഭവപ്പെട്ടത്. ഈ കാണുന്ന വലിയ വലിയ ഹോട്ടൽസും ഗ്യാസിനോസും അതിൻ്റെ അകത്ത് കയറണം, അവിടുത്തെ കളികൾ കാണണം, കളിക്കണം. മറ്റു പല കാഴ്ചകളും ഈ നഗരത്തിലുണ്ട്. ഞങ്ങളുടെ ട്രിപ്പ് പ്ലാൻ അനുസരിച്ച് അടുത്ത ദിവസം രാവിലെ നമ്മൾ ഹുവ ഡാം കാണാനാണ് പോകുന്നത്. അതിനുശേഷം ഗ്രാൻഡ് കാനിയോൺ, പീക്കബു കാനിയോൺ, ഹോർഷൂ ബെൻഡ്, ആർച്ചസ് നാഷണൽ പാർക്ക്. ഞങ്ങളുടെ ലിസ്റ്റിലുള്ള സ്ഥലങ്ങൾ തീരണില്ല. ഇതൊക്കെ കണ്ടതിന് ശേഷമാണ് വേഗസ് സിറ്റിയിൽ നമ്മൾ തിരിച്ചെത്തി ഇവിടുത്തെ കാഴ്ചകൾ കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ ഈ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാഴ്ചകൾ ഒന്നിച്ചിരുന്ന് കാണാം.